കേട്ടിയോളെ, നിങ്ങൾ ഈ ഓസ്ട്രേലിയയുടെ നഗരഭാഗം നോക്കി പോണ്ടാന്നേ. ഇങ്ങനെ ഈ ലോക്കൽ ഏരിയയിലേക്ക് വാ. ഗ്രാമപ്രദേശത്ത് അടിപൊളിയായിട്ട് നമുക്ക് ജീവിക്കാം. മലയാളി പൊളിയാന്ന് പറയണത് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾ. ഇത് ഗ്ലാസ്റ്റൺ എന്ന് പറഞ്ഞ ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിൻ്റെ ആ പ്രധാന നഗരത്തിൽ നിന്ന് 6.5 മണിക്കൂർ അകലെ കിടക്കുന്ന ഒരു ഗ്രാമമാണ്. ചെറിയൊരു എന്താ പറയുക, കുറച്ച് പേര് തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമം. അവിടെ ഞങ്ങൾ അടിച്ചു പൊളിക്കണം കേട്ടോ. അവിടെ ഒരു കടൽ തീരത്ത് പോയിട്ട് നമ്മൾ അത്യാവശ്യം നമ്മുടെ വിനോദങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഫുഡ് ഉണ്ടാക്കി കഴിക്കണ നോക്കിയാൽ ഞങ്ങളുടെ പോക്ക്. ഞങ്ങൾ സെറ്റപ്പായിട്ടാ ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ കുറച്ച് കുടുംബമുള്ളൂ, പക്ഷെ ഒരുമിച്ച് അങ്ങ് പോയി. അവധി ദിവസങ്ങളിൽ അല്പ വ്യായാമമൊക്കെ ചെയ്ത് കടലിലും കരയിലൊക്കെ ആയിട്ട് കഥയൊക്കെ പറഞ്ഞിരുന്ന് കുക്ക് ചെയ്ത് അവിടെ ഇരുന്ന് കഴിച്ച് ആ ഒരു കൂട്ടായ്മ, ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇതൊക്കെ അനുഭവിച്ചറിയണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പുറത്തേക്ക് പോകണം. നമ്മുടെ നാട്ടിൽ നിന്നാലൊന്നും ഈ ഒരു സെറ്റപ്പ് അത് കിട്ടില്ല കേട്ടാ. അപ്പം നാട്ടിൽ ഒത്തിരി അവസരങ്ങളുണ്ട്, അതാണ് പ്രശ്നം. നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് വേറെ എന്താ പറയുക, കല്യാണങ്ങളോ അല്ലെങ്കിൽ മറ്റ് തട്ടുകടയോ വേറെ പുറത്ത് പോകാനോ വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. കുറച്ച് പേരെ ആയിക്കൂടെ കാണണേ. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടുന്ന സമയങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രദ്ധിക്കും. അപ്പോൾ പുറമേ നിന്ന് നോക്കുന്നവർ ചോദിക്കും ആരവിടെ പോയിട്ട് ഭയങ്കര അടിച്ചുപൊളിയാണല്ലോന്ന്. സത്യം പറഞ്ഞ് ഇതൊക്കെ നമ്മുടെ ഒരു ഉന്മേഷവും നമ്മുടെ ഒരു എനർജി എന്ന് പറയണം. നമ്മുടെ ഈ ജോലി ചെയ്തതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്നൊരു എന്താ പറയുക, റിയൽ എനർജി മേക്കിംഗ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം കടലിൽ ഉല്ലസിച്ച് സന്തോഷിച്ച് ക്ഷീണമൊക്കെ ആകുമ്പോൾ കൊണ്ടുപോയ ഫുഡൊക്കെ അവിടെ തന്നെ കുക്ക് ചെയ്ത് കഴിച്ച് അങ്ങനെ വരുന്നൊരു രീതി. ഈ കുക്കിങ്ങും സംവിധാനങ്ങളൊക്കെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഓരോ തീരത്തും ഓരോ പാർക്കിലും ഇതേപോലെ സൗജന്യമായിട്ട് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഫുഡ് കൊണ്ടുപോയി അവിടെ തന്നെ എന്ത് ചെയ്യും, കുക്ക് ചെയ്ത് അവിടെ തന്നെ കഴിക്കും. ഇതൊരു സന്തോഷമാട്ടാ. ഇതിൻ്റെയൊക്കെ മൂല്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ വേണ്ട. കുറച്ച് പേരോളം നിങ്ങളുള്ളെങ്കിലും അവിടെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് തുടങ്ങി നോക്കിയേ, ആ ലൈഫ് അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്ന് നമ്മളറിയില്ല. അപ്പം നഗരപ്രദേശത്ത് പോയി തെട്ടാവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാണ്ട് ഇത്തിരി ശാന്തമായ ഏരിയയിലൊക്കെ പോയി ഇതേപോലെ കിട്ടുന്ന ദിവസമൊക്കെ അടിച്ചു പൊളിച്ച് ഇന്ന് സന്തോഷമാവുന്നേ. 4-5 പേരെയൊക്കെ പരിചയപ്പെട്ട് ഉള്ളവരൊക്കെ ആയിട്ടൊരു കൂട്ടായ്മയൊക്കെ ആയിട്ട് പോട്ടെ. സംഭവം കിടുവാന്ന്. നിങ്ങൾ നാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടെന്നുള്ള തോന്നലൊന്നും വരില്ല. അതിൻ്റെ ഒരു സുഖം വേറെയാന്ന്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. സെറ്റപ്പാന്നേ. ഇതാണ് നമ്മുടെ ഓസ്ട്രേലിയൻ ജീവിതം. ഓസ്ട്രേലിയയിലെ തട്ടുകട എന്ന ഓമനപ്പേരിട്ട ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.